ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് രക്തസാക്ഷിയും വിശുദ്ധനുമായ ദേവസഹായം പിള്ളയുടെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 29 അധ്യായം 39 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന അനേകരെ സൗഖ്യപ്പെടുന്നതിനെക്കുറിച്ചാണ് സുവിശേഷം പറയുന്നത്. ഏറെ പ്രത്യേകിച്ച് പത്രോസിൻ്റെ അമ്മയെ സൗഖ്യപ്പെടുത്തുന്ന രംഗവും സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നേടുന്നുണ്ട്. നമ്മളിന്ന് ധ്യാനിക്കുന്നത് ശിമയോനും മറ്റു കൂട്ടരും വിജനപ്രദേശത്ത് പ്രാർത്ഥനയിലായിരുന്ന യേശുനാഥനെ അന്വേഷിച്ചു വരുന്നതിനെക്കുറിച്ചാണ്. അപ്പം സുവിശേഷം പറയുന്നത് ശിമയോനും മറ്റു കൂട്ടരും ഈശോയെ അന്വേഷിച്ച് വരികയും അവിടുത്തെ കണ്ടെത്തിയപ്പോൾ നിന്നെ എല്ലാവരും അന്വേഷിക്കുന്നെന്ന് പറയുകയുമാണ്. അപ്പോൾ ഈ ഒരു അന്വേഷണത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ശിമയോൻ ഈശോയെ അന്വേഷിക്കാനുള്ള കാരണം ഈശോനാഥൻ പ്രവർത്തിച്ച അത്ഭുത പ്രവൃത്തികളാണ്. അപ്പോൾ അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ട് കൂടുതൽ പേരെ സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇവർ യേശുവിനെ അന്വേഷിച്ചു വന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും യേശുനാഥൻ ഒത്തിരി അധികം അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ നൽകിയിട്ടുണ്ട്. നമ്മൾ യേശുനാഥനെ അന്വേഷിക്കാറുണ്ടോ എന്നുള്ളൊരു ചോദ്യം സുവിശേഷം നമുക്ക് മുമ്പിൽ വെക്കുന്നുണ്ട്. ഒരുപക്ഷെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് പത്രോസ് അന്വേഷിച്ചതെങ്കിലും അവൻ അന്വേഷിച്ച് ഈശോയെ കണ്ടെത്തുന്നുണ്ട്. ഈശോയെ കണ്ടെത്തുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവനെ നമ്മൾ അന്വേഷിക്കുന്നത് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അവനെ കണ്ടെത്തി കഴിയുമ്പോൾ നമ്മൾ രക്ഷ കണ്ടെത്തുകയാണ്. അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും മാത്രം കുടുങ്ങിക്കിടക്കാതെ അവൻ തരുന്ന രക്ഷയെ കണ്ടെത്താനും ഈശോയിൽ പൂർണ്ണമായി ആശ്രയിക്കാനും നമുക്ക് കഴിയണം. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നത്തെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വലിയ രക്തസാക്ഷിയുടെ ജീവിതം. തിരുവിതാംകൂർ മഹാരാജ്യത്തിലെ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നിട്ടും യേശുവിനെക്കുറിച്ച് കേട്ട മാത്രയിൽ യേശുവിനെ അന്വേഷിക്കുകയും യേശുവിന് വേണ്ടി ജീവിതം തന്നെ സമർപ്പിക്കുകയും ചെയ്ത രക്തസാക്ഷിയാണ്. എല്ലാം നഷ്ടപ്പെട്ടു. സ്ഥാനമാനങ്ങളും അവിടെ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങളും എല്ലാം ഈശോയ്ക്ക് വേണ്ടി നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പൂർണ്ണ അന്വേഷണമാണ്. അപ്പം അന്വേഷണത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ചിലത് നഷ്ടപ്പെടുത്താനും നമ്മൾ തയ്യാറാകുന്നുണ്ട്. അപ്പം ഇത് നേരത്തെ നമ്മൾ സുവിശേഷത്തിൽ കണ്ട അപ്പോസ്തലന്മാരുടെ അന്വേഷണത്തിന് നേരെ വിപരീതമാണ്. അവരന്വേഷിച്ചത് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ദൈവസഹായമാകട്ടെ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈശോയെ അന്വേഷിക്കണം. അപ്പോൾ ഈ ഒരു അന്വേഷണത്തിലേക്കാണ് നമ്മുടെ പൂർണ്ണത വന്നെത്തേണ്ടത്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഈശോയെ അന്വേഷിക്കുന്ന മനുഷ്യരാവാതെ ഈശോയ്ക്ക് വേണ്ടി എന്തും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈശോയെ അന്വേഷിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണമെന്ന് സുവിശേഷവും ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വചനം ധ്യാനിക്കുമ്പോൾ, ഈ വലിയ വിശുദ്ധൻ്റെ തിരുനാൾ സന്തോഷത്തോടെ ഓർക്കുമ്പോൾ ഈശോയോട് നമുക്കും പ്രാർത്ഥിക്കാം. നിനക്ക് വേണ്ടി നിന്നെ അന്വേഷിക്കുന്ന മനുഷ്യരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന്.